എന്നിട്ട് ദൈവം പറയുന്ന ഒരു ആശംസയുണ്ട്. എന്താണ് വായിച്ചുള്ളത്? ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉടമ്പടി അഭിഷേകത്തിലൂടെ നമ്മൾ അനുസ്മരിക്കണം എന്താണെന്നറിയാവോ? ഈ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കാർ പറയുന്ന പോലെ ഒരു സജഷൻ ടെക്നിക്ക് അല്ലത്. ഓർക്കണം. അതായത് ഇത് വിശ്വാസവും മനഃശാസ്ത്രവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രം ഇല്ലാത്തതുണ്ടെന്ന് മനുഷ്യനെ ധരിപ്പിക്കാൻ വേണ്ടി ഹിപ്നോട്ടിസമോ സജഷൻ മെത്തഡോ ഉപയോഗിക്കും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സജഷനല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ശക്തനും ധീരനുമായിരിക്കുക എന്ന് ആശംസിക്കുമ്പോൾ ഓർക്കുക, ആ ശക്തനും ധീരനുമായിരിക്കേണ്ടത് എന്താണ്? ദ ലോർഡ് ഈസ് വിത്ത് മീ. ദൈവം എന്നെ അഭിഷേകം ചെയ്ത ദൈവം അഭിഷേകം ചെയ്തിട്ട് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ല, ഈസ് കമ്മിങ് വിത്ത് മീ. ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. മനസ്സിലായില്ലേ? വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലുമാണേ, അല്ലാതെ പരീക്ഷയ്ക്ക് മാത്രമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളിലും നമുക്ക് വിജയം നൽകണത് ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തെ കൂടെ നിർത്തണമെന്ന് പറയാൻ കാര്യം. മനസ്സിലായില്ലേ? ചിലർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ അതെന്താ ഒരു കർമ്മം പോലെ ഇവിടെ നിർവഹിച്ചിട്ട് നിങ്ങൾ പഴയ ആൾക്കാരായിട്ട് പോകും. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ് ദൈവം കൂടെ വരിക. വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ വരിക തന്നെ വേണം ദൈവം. ഈ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള അഭിഷേക ഓർമ്മയാണ് ഓരോ സമയവും നമ്മൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. മൈ ഗോഡ് ടു ഹൂം ഐ ഹാവ് കവനൻറ്റഡ്. ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം എനിക്ക് വിജയം നൽകും. നമ്മൾ സാമുവേലിൻ്റെ 1 സാമുവേൽ 18:14 ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 18:14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ. ഏറ്റു പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ. എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ കൂടെയുള്ള ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വിജയം മുഴുവൻ എങ്ങനെയാണ്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വിജയമാണ്. അത് കാരണം കക്ഷിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴും ദാവീദ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന വാഹനം പെട്ടെന്ന് ഏതെങ്കിലും വാഹനത്തോടുകൂടി ഒന്ന് തട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ആദ്യം ചെയ്യണത്, ഇപ്പോൾ യൂറോപ്പിലെ എവിടെയൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ആദ്യം അവിടെ വിസ സേഫാണെന്ന് നോക്കൂ അല്ലേ? വണ്ടി തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നം തന്നെ. നമ്മുടെ പാസ്പോർട്ട് വിസയും ശരിയാണെന്ന് സേഫ് കയ്യിലുണ്ടോ എന്ന് നോക്കും. അത് മുറുകെ കയറി പിടിക്കും. ചിലർ താക്കോൽ പിടിക്കും. അതായത് നമ്മളെ നിലനിർത്തുന്ന ആധാരങ്ങളിലും ആസ്പദങ്ങളിലും നമ്മൾ പിടിമുറുക്കും എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് അല്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നെന്ന് വിചാരിച്ചോ, വാഹനാപകടമൊന്നുമല്ല, ജീവിതത്തിൽ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ തരത്തിലുള്ള കാലാവസ്ഥ ഭേദങ്ങൾ വരത്തില്ലേ? ഈ കാലാവസ്ഥ ഭേദങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിമുറുക്കേണ്ട എവിടെയാണ്? നമ്മുടെ ആസ്പദങ്ങളിലാണ്. പക്ഷെ നമ്മുടെ ബേസിക് ആസ്പദം എന്താ? ദൈവമാണ്. മനസ്സിലായില്ലേ? ബേസിക് ആസ്പദം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഇപ്പോൾ ഈ ചേച്ചി എടുത്ത്, ഡോണ അല്ല,
ഡാർലി വലിയമ്മച്ചിയുടെ സാക്ഷ്യത്തിൻ്റെ കൂടെ വേറൊരു സാക്ഷി ബിന്ദു പറഞ്ഞിട്ടുണ്ട്, കുടപ്പനാൽ. ബിന്ദുവിൻ്റെ സാക്ഷ്യവും വിചാരണക്ക്, ആധ്യാത്മിക വിചാരണയ്ക്ക് കെൽപ്പുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന് വാഹനം ഇടിച്ചു. കുറേ നട്ടലുകൾ ഒടിഞ്ഞുപോയി. ഇയാൾ വെന്റിലേറ്ററായി കഴിഞ്ഞപ്പോൾ പക്ഷേ ഇവരുടെ വൈഫ് ബിന്ദു അവരാണ് ഉടമ്പടി എടുത്തത്. അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി കാശ്രൂപം കൊണ്ടും തൈലം കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇങ്ങനെ രക്തത്തിൽ പിടഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം ഉടമ്പടി തൈലം വായിലൊഴിച്ച് കൊടുക്കും, കാശ്രൂപം കയ്യിൽ കൊടുക്കും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണത്. കാര്യം ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവർ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരായിരിക്കും. അപ്പം ഞാനോർക്കുവേ, നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പണ്ട് എപ്പോഴും ഞാൻ ആശുപത്രി സന്ദർശനത്തിന് പോകുമായിരുന്നു. അതൊരു ശുശ്രൂഷയായിട്ട് എടുത്ത് പോകുമായിരുന്നു എല്ലാ ദിവസമൊക്കെ. പിന്നെ ഈ പ്രാർത്ഥനയുള്ള ഇത് കാരണം ഇടവക്കാരും ആശുപത്രി കിടക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൾസ് കുറയുകയോ അല്ലെങ്കിൽ ബോധം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഭാര്യമാരൊക്കെ വലിയ സ്വരത്തിൽ കർത്താവേ മാതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടന്ന് കാറ് നിലത്ത് വീണ് അവർക്ക് ചാകാനൊക്കെ പോണ പോലെയൊക്കെ. ഇപ്പോൾ ആര് ചാകുമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. സത്യമായ ചില ചേട്ടത്തിമാരെ കല്യാണം കഴിക്കാൻ യോഗ്യതയില്ലാത്തവർ ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയെ വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുരുഷധനമോ ഏറ്റവും വലിയ സ്ത്രീധനമോ. ഏറ്റവും വലിയ പുരുഷധനമെന്ന് പറയുന്നതും ഏറ്റവും വലിയ സ്ത്രീധനമെന്നും പറയുന്നതും ഒരു ക്രൈസിസിൻ്റെ മുമ്പിൽ ദൈവത്തെ പിടിച്ചെടുക്കാൻ കഴിവാണ് കരുത്തെന്ന് പറയണത്. അപ്പോൾ ഈ മനുഷ്യൻ പറയണതേ, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബന്ധുക്കളും ഡോക്ടേഴ്സൊക്കെ ഈ ആശുപത്രി വരുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും. പക്ഷേ ഈ അസ്ഥികളെല്ലാം എൻ്റെ നെഞ്ചത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ഞാൻ പെട്ടുപോയെന്ന് പറയും. അപ്പോഴീ വൈഫിൻ്റെ സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പക്ഷേ നമ്മളിവിടുന്ന് പോകും, മാതാവ് നമ്മളെ സുഖപ്പെടുത്തി കൊണ്ടുപോകും. എന്താ പറയുക, ഇതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും. ഇതാണ് എൻ്റെ ധൈര്യം. അതുപോലെ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയിൽ ശരിക്കും പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ്, ഉടമ്പടി എപ്പോഴും ഒരു അവയർനെസ്സിൻ്റെ പ്രാർത്ഥനയാണ്. എന്നുവെച്ചാൽ അവബോധം ഉണ്ടാകണം. അവബോധം, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യത്തിന് ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ എൻ്റെ നിന്ന് വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ പുനഃക്രമീകരിക്കും. അങ്ങനെയുള്ള ബോധം നമുക്കുണ്ടാകണം. അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. അല്ല ഉടമ്പടി എടുത്തിട്ട് പിന്നെയും വീട്ടിൽ പോയി വായി തോന്നുന്ന പഴയ വ്യക്തികളെ പോലെ തന്നെ എടുത്ത് ചാട്ടവും മുൻകോവും കലഹവും ഭിന്നതയും പിടിച്ചുപറിയും കള്ളത്തരവും ഏഷണിയും പരദൂഷണമൊക്കെ ഇട്ട് ചുമ്മാ നടക്കുന്ന ആൾക്കാരില്ല. അവർ ശരിക്കും പറഞ്ഞത് ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ. ദാവീദ് വലിയ അബദ്ധങ്ങൾ ചെയ്തില്ലേ ഒരു മനുഷ്യന്. കാര്യം ദാവീദിൻ്റെ വൈഫ് സാവൂളിൻ്റെ മകളായിരുന്നു. അപ്പോൾ ജെസ്സയുടെ കുടുംബത്തേക്കാൾ കുറച്ചുകൂടി രാജകീയ കുടുംബമാണ് ഈ സാവൂളിൻ്റെ കുടുംബം. അപ്പോൾ അപ്പൻ്റെ രാജകീയമായ ജീവിതവും ഭരണ നൈപുണ്യവും ഈ സ്ത്രീ ജനത്തിൻ്റെ ആദരവൊക്കെ കിട്ടിയാണ്
ഇവളുടെ ബാല്യകാലം തൊട്ട് ഇവർ വളരണത്. പക്ഷെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭർത്താവായി കിട്ടിയ ആൾ, പക്ഷേ അയാൾക്ക് വലിയ പഠിപ്പൊന്നുമില്ല, അയാൾ ഇടയനായിരുന്നു. അത് കാരണം ഇവക്ക് ബേസിക്കായിട്ട് ഇവനോട് പുച്ഛമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദാവീദിൻ്റെ വൈഫിന് ഉണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദാവീദിലുള്ള ദൈവാംശം കാണാതെ പോയതാണ്. ദാവീദിലുള്ള കാര്യം, നീ ദാവീദിലുള്ള ദൈവാംശം, നമ്മൾ ഡിഗ്രി നോക്കുന്നു, കുടുംബം നോക്കുന്നു, പാരമ്പര്യം നോക്കുന്നു, പക്ഷെ നോക്കേണ്ട കാര്യം എന്താണ്? ദൈവാംശമാണ്. ആ വ്യക്തിയിൽ ദൈവാംശം കാണണം. ഇപ്പോൾ ഈ ബിന്ദു ആ ടൈപ്പാണ്. ബിന്ദുവിലുള്ളത് എന്താണ്? ദൈവാംശം കൂടുതലാണ്. അതുകൊണ്ട് ഏത് ഒരു യുദ്ധകാല സാഹചര്യമാണെന്ന് പറഞ്ഞാലും ബിന്ദു ഈ ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം അവരതിന് കപ്പാസിറ്റിയുള്ള ലേഡിയാണ്. കാര്യം ഈ 6 ഡോക്ടർമാർ ഇവരോട് പറയും ഓപ്പറേഷൻ വേണം. ഇപ്പോൾ അയാൾ ഒരു എഴുന്നേറ്റ് പൊങ്ങാവുന്ന രീതിയിലാകുമ്പോൾ 6 ഡോക്ടർമാർ മാറി മാറി ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഫോർത്ത് ഒപ്പീനിയൻ കാണിക്കുമ്പോൾ പറയും ഈ എല്ലാം നേരെയാക്കിയെടുക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോഴും ബിന്ദു പറയും ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം, പക്ഷെ അതിനാദ്യം കൃപാസന അമ്മയെടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. ഇതാണ് വിഷയത്തിൻ്റെ ലിങ്ക് മാറ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് വരിയെല്ലൊക്കെ ഒടിഞ്ഞിരിക്കണ ഹസ്ബൻഡിനെ വിശ്വാസം കൊണ്ട് ഗൈഡ് ചെയ്യാനുള്ള ഇവരുടെ കഴിവെന്ന് സ്റ്റിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് വിശ്വാസം നമ്മൾ ദൈവത്തിൽ കലർപ്പില്ലാതെ അവതരിപ്പിക്കുന്നതാണ്. ഇത് ഒരു ഞാൻ ആര്യങ്കാവ് മലങ്കര ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 മെയ് മാസം 10-ാം തീയതി ഉടമ്പടി എടുത്തു. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അന്നേരം തൊണ്ട ഓപ്പറേഷൻ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് അത് പിന്നീട് പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു. 1 വർഷം ഞങ്ങൾ ചികിത്സയിൽ 18-ലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. പക്ഷേങ്കിൽ 19-ലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തു. 3 മാസം ഞാൻ കൃത്യമായിട്ട് വരികയും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും, പുള്ളിയാണെങ്കിലും സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വ്യഞ്ചരിച്ച ഇതെടുത്ത് തൊണ്ടയിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ഹോള് അവർ ആ ട്യൂബ് എടുത്ത് മാറ്റുകയും പൂർണ്ണമായി സ്ഥിതിയിലാക്കി തരികയും ചെയ്തു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി, യേശുവിന് നന്ദി പറയുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ ഹോൾ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് പ്രീത. ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടോളം മാറിയെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എനിക്ക് വയറിൽ വേദനയായിരുന്നു. എല്ലാ മാസവും പീരീഡിൻ്റെ സമയത്ത് അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ കൂത്താട്ടളം ദേവമാതാ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ടി വന്നു. ചെയ്തു നോക്കിയപ്പം ഓവറിക്കകത്തും യൂട്രസിലൊക്കെ മുഴയുണ്ട്, പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എൻ്റെ ബ്ലഡും പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ഇത് കൂടുതലാണ്, ക്യാൻസർ സെല്ലിൻ്റെ ഒക്കെ ഇത് കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കാരിത്താസിൽ ചെയ്യാമെന്ന്, അവിടുത്തെ റിസൾട്ടുമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി. അവിടെ ചെന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പോയാൽ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ലിസ് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഒക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞു ഞാൻ ഇത് തൈലം തന്നു, ഉപ്പ്, പിന്നെ തേന്, അങ്ങനെ 3 കൂട്ടം തന്നു. അത് പ്രാർത്ഥനയോട് കൂടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അത് പ്രാർത്ഥനയോട് കൂടി ഉപയോഗിച്ചു. അതിന് ശേഷം ഞാൻ അവിടെ കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് CT എടുക്കാമെന്ന് പറഞ്ഞു, CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു.
CT സ്കാൻ ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് കൊടുക്കുമ്പോൾ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അവിടുത്തെ സ്കാനിങ് റൂമിൽ ഡോക്ടർ തന്നെ കൊണ്ട് എന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മുഴ കാണാതെ വന്നു എന്തായാലും. അപ്പം സാറ് ചോദിച്ചത് എന്താ ഇതിനകത്ത് ഇങ്ങനെ അത്ഭുതം സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് പറയാം, ഇങ്ങനെ ഒരു വിശ്വാസവും പ്രാർത്ഥനയൊക്കെ എന്നെ ഒത്തിരി കണ്ണീരുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും അനുഗ്രഹിച്ചു. ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ വന്നു എന്നല്ല, അങ്ങനെ ഓപ്പറേഷൻ അവിടെ വേണ്ടാന്ന് പറഞ്ഞു. ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഓപ്പറേഷൻ എനിക്ക് ഒഴിവാക്കി തന്നു. അങ്ങനെ ഒരു മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് പേര്. തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ 2022 ഫെബ്രുവരി 8 ഇവിടെ വന്ന് ഉടമ്പടി കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അവസരം കിട്ടിയതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഞങ്ങളൊരു ട്രാവൽസിൻ്റെ വണ്ടികൾ, ടാക്സി സർവീസ് വണ്ടികൾ, വലിയ വണ്ടികളൊക്കെയാണ്. നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്ന സമയമായിരുന്നു 2020 ലോക്ക്ഡൗൺ വരെ. ലോക്ക്ഡൗണിൽ എല്ലാം തലകുത്തി മറിഞ്ഞതുപോലെ നമ്മളുടെ ബിസിനസ്സും തലകുത്തി മറിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തൊരവസ്ഥ, കടങ്ങൾ മാത്രം, ബാങ്കുകാരുടെ വിളി, കടക്കാരുടെ വിളി, വീട്ടിലിരിക്കാൻ പറ്റില്ല. അവസാനം വീട് വിട്ട് ഞങ്ങൾ ഒരു വാടക വീട് എടുത്ത് അവിടെ ജീവിച്ചു. തീരെ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അന്നത്തെ ദിവസം ഞാനും ഭാര്യയും മോളും ഇരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ അന്ന് വൈകുന്നേരം അവിടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോകാനിടയായി. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കൃപാസനത്തിൽ പത്രം ലഭിച്ചത്. അന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വിളിച്ചു, ഒരു സിസ്റ്ററുമായി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപ. അന്ന് നമ്മൾ വീട് വിൽക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ലോൺ പാസ്സാവേണ്ടെന്നൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് അന്ന് തന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ ലോൺ പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ഡിസ്പോസ് ചെയ്ത് ഒരുവിധം കടങ്ങളൊക്കെ വീട്ടാൻ സാധിച്ചു. പിന്നെ നമുക്കിവിടെ വണ്ടികൾ 2 വണ്ടി ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നാട്ടിൽ നിൽക്കാനുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. വീടൊക്കെ എല്ലാം നാട്ടിൽ നിൽക്കാം, എല്ലാവരുടെയും ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കമ്പനിയിൽ, മുമ്പ് ഫോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ സെയിൽസ് മാനേജറായിരുന്നു. അതിൻ്റെ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. പക്ഷെ മാതാവ് എനിക്ക് ഇപ്പം ഞാനൊരു പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആര് വിളിച്ചു, എന്ത് വിളിച്ചു, എങ്ങനെ അവർക്ക് കെയർ ഓഫ് കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചിട്ടും അത് പറഞ്ഞിട്ടില്ല. എന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 3rd ഇൻ്റർവ്യൂ 4th ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഞാനിപ്പോൾ ആ കമ്പനിയുടെ റീജിയണൽ മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. മാതാവേ പരിശുദ്ധമ്മയ്ക്കും. പിന്നെ വലിയൊരു അത്ഭുതം, ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ഒരു ബന്ധു, ഒരു കുട്ടി കൊറോണ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ കളിക്കാനായിട്ട് പോയി. അവിടെ വെച്ചിട്ട് ആ കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. മറ്റു കുട്ടികൾ വിചാരിച്ചു തളർന്നിട്ട് വീണതാവെന്ന് വിചാരിച്ചു. പക്ഷെ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പോയി എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാക്കിയാൻ പറ്റിയത്. അവിടെ നിന്ന് അവർ പൊക്കിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ വെന്റിലേറ്ററിലിട്ടു. പക്ഷെ അവരുടെ അപ്പച്ചൻ പറഞ്ഞു വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു.
അത്രയും വാശി പിടിച്ചിട്ട് ആ അപ്പച്ചൻ നിന്നു. സഞ്ജു എന്നോട് വിവരം പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ തൈലം ഞാനൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് സഞ്ജുവിന് കൊടുത്തിട്ട് പറഞ്ഞു അവരെ അമ്മച്ചിക്ക് കൊടുക്ക്. അപ്പോൾ തൃശ്ശൂർക്ക് ആ കൊച്ചിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൽ മെഡിക്കൽ കോളേജിലേക്ക്. ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അമ്മച്ചി അവിടെ പോയി കരഞ്ഞും പ്രാർത്ഥിച്ചു. ഞാൻ ഓരോ ദിവസമൊക്കെ വിളിക്കാറുണ്ട്. തൈലം തേച്ച് വഴിക്ക് ആ കുട്ടി കിടക്കേ കിടന്ന് പെടഞ്ഞു എന്നാ പറയണേ. ആ ഡോക്ടർ അതിശയപ്പെട്ടു എന്ന് പറയുന്നു. കൊച്ചിന് തൈലം തേച്ചോടനെ കണ്ണൊക്കെ തുറന്നാകെ അങ്ങനെ അവസാനം അവർ കൈയൊക്കെ കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ആ കുട്ടീനെ ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ സഞ്ജുനോട് ചോദിച്ചു പറഞ്ഞു വെന്റിലേറ്ററിന്റെ ഓക്സിജന്റെ ആ മാസ്ക് എടുക്കുകയാണ്. ആ കൊച്ചിന്റെ മാസ്ക് എടുക്കുകയാണ്. കൊച്ച് ഐസിയുവിൽ തന്നെയാണ്. പക്ഷെ ആ കൊച്ച് അൻവി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. ആ കുട്ടിയുടെ അത്ഭുതമാണ് ഇതിൽ ഏറ്റവും വലിയ അൻവിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിന് ഞാൻ മരണം വരെ ഞങ്ങൾ ഈ മാതാവിൻ്റെ കൃപയിലായിരിക്കും ഇനി ജീവിക്കാമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ പേര് മറിയാമ്മ മാർട്ടിൻ. ഞാൻ അർത്തുങ്കൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കെട്ടിവന്നിട്ട് 22 വർഷമായി. അവർ 10 മക്കളാണ്. 5 ആണും 5 പെണ്ണും. പെണ്ണുങ്ങളിൽ 4 പേരെ കെട്ടിച്ചു. മൂത്ത ആൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. പിന്നെ 4 ചേട്ടന്മാർ മാറി താമസിച്ചു. ഒരാൾ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്ത് ഷെഡ് വെച്ചു. അപ്പോൾ അവിടെ മൂത്ത പെങ്ങൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് ആയിരുന്നു. പുള്ളി ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആർക്കും കൊടുക്കാണ്ടൊക്കെ ഇരുന്നു. അവസാനം അവർ വേറെ സ്ഥലം മേടിച്ചു. ചേട്ടനൊക്കെ 3 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു. അവിടെ വീട് വെക്കാനായിട്ട് എല്ലാ അപേക്ഷകളും കൊടുത്ത് അതിന് സാങ്ഷൻ വന്നപ്പം തോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ വെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരാശപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അളന്ന് കിട്ടിയാൽ അവിടെ ഷെഡ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി വന്ന് എല്ലാ പെങ്ങാന്മാരുടെടുത്തും ചേട്ടന്മാരടുത്തും നടന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടിയിലല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആരാധന നടക്കുന്ന സമയത്ത്. അതായത് 2019 ഞാൻ ഉടമ്പടി ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാൻ വീടിന് വേണ്ടി ഞാൻ വെക്കുമായിരുന്നു. എനിക്കൊരു വീട് പേരിൽ എഴുതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു 1 വർഷമാകുമ്പോഴോ ഈ ഫെബ്രുവരി 28-ാം തീയതി വരെ എനിക്കൊരു വർഷമാകും. അതിനുള്ളിൽ എനിക്ക് 25-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 26-ാം തീയതി എന്ന ദിവസം ഉണ്ടെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 25-ാം തീയതി ആയപ്പം ചേർത്ത് വന്നിട്ടും പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സാങ്ഷൻ പോയി. പിന്നെ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് വെക്കാമെന്ന് അനുവാദം കിട്ടി. ദൈവമാതാവിൻ്റെ അനുഗ്രഹം അതുമൂലം ചേർത്ത് തന്നെ എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിയായി തന്നു. ഞങ്ങളും പൈസ കൊടുത്തു. അവർക്ക് 3 സെൻറ്റ് സ്ഥലവും കൊടുത്തി. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും കിട്ടി. അതിനിടയ്ക്ക് ഇവിടെ സാക്ഷ്യം വരാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കോവിഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു, ഇവിടെ ഒന്ന് പുതുക്കി. അപ്പോൾ സാക്ഷി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, വൈകിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോവിഡായപ്പോൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി. പെങ്ങൾ മരിച്ചു. മരിച്ചു 1 വർഷമായില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ അർത്തിങ്കലിരിക്കുമ്പോഴാണ് പെങ്ങൾക്ക് ഒടുക്കത്തെ പുഷ്പ കൊടുത്തു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പായിപ്പാട് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് നീന, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. 10 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ 2 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോർഷനായിപ്പോയി. പിന്നീട് 8 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തു. പല ആശുപത്രികളിൽ കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചില്ല.
അവസാനം ഞങ്ങൾ 2020 ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇനി ഞങ്ങൾ പൈസ ചികിത്സയ്ക്ക് വേണ്ടി ഇനി 1 രൂപ കളയത്തില്ല. അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നാൽ മതി കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. 2020 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളിവിടെ വരികയും എൻ്റെ അമ്മയായിട്ട് ഞങ്ങളിവിടെ വരികയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ നിരന്തരം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും അവിടെ വെച്ച് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2021 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരാഴ്ച മുൻപ് എനിക്ക് UTI ആയി, ഇൻഫെക്ഷനായിട്ട് 10 ദിവസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കുകയും 5 ദിവസം അഡ്മിറ്റ് ആയിക്കൊണ്ട് IV ആൻറ്റിബയോട്ടിക് എടുക്കുകയും ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് അബോർഷനായി പോകേണ്ടതാണ്. പിന്നീട് 3 മാസത്തിന് ശേഷം പിന്നെ ബ്ലീഡിങ് ആയി. ഞാൻ പിന്നെ അഡ്മിറ്റായി. ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചാൻസും ഇല്ല കുഞ്ഞിന്, കാരണം ആഹാരം കിട്ടേണ്ട ഒന്നും തന്നെ, കാരണം അത് ബ്ലോക്കായി, ബ്ലീഡിങ് ആയിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റത്ത് തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്യുകയും ഒരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവേ സ്തോത്രം, നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ആൻ്റണി. ഞാൻ തുറവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ്റെ പേരിൽ 75 സെൻറ്റ് നിലം ഉണ്ടായിരുന്നു. അത് 30 വർഷത്തോളമായി കിട്ടാതെ, അതിൻ്റെ പട്ടയം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 7 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി എടുക്കുകയും അങ്ങേരെ ഈ പട്ടയമില്ലാതെ കിടന്ന ഈ നിലം പുള്ളി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് പട്ടയം കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുകയും ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 19